മെക്സെവനെതിരായ വിമർശനം തുടർന്ന് കാന്തപുരം വിഭാഗം സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കുന്നതും മതോപദേശങ്ങളും മെക്സെവനിൽ ഉയർന്നു വന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വാദിക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമി പശ്ചാത്തലമുള്ളവരാണെന്നും വിമർശനം. സിറാജിൽ SYS സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുല്ലാഹ് സഖാഫിയുടെ ലേഖനത്തിലാണ് വിമർശനം. ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, പറയാം. ഈ മെക്സവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിമർശനം, മെക്സവിനെതിരെയുള്ള വിമർശനം കാന്തൂർ വിഭാഗം ഒന്ന് കടുപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇന്നും സിറാജ് പത്രത്തിൽ ലേഖനം വരുന്നത്. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുല്ലാഹ് സഖാഫിയാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത്, ഈ മെക്സവിനിൽ സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കുകയും മതോപദേശം പറയുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെയാണ് തങ്ങൾ വിമർശനം ഉന്നയിച്ചത്. ആ വിമർശനം തുടരുമെന്നും അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ ചിലർ സ്ത്രീ സ്വതന്ത്രവാദവുമായി എത്തുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി പശ്ചാത്തലമുള്ളവരാണ്. അത്തരത്തിലുള്ളവരെ തങ്ങൾ പരിഗണിക്കുന്നില്ല. EK വിഭാഗം ജമാഅത്തെ ഇസ്ലാമിൽ നിന്നുള്ള തന്നെ ഈ സ്ത്രീ സ്വതന്ത്രവാദത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിമർശനമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ റഹ്മത്തുല്ലാഹ് സഖാഫി പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, സമുദായങ്ങളെ ബോധവൽക്കരിക്കുന്ന തങ്ങളെ ഇത് കുരിശിൽ തറയ്ക്കേണ്ടതില്ല. അതായത് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗും EK സമസ്തയും എല്ലാം മെക്സവനെ അനുകൂലിച്ചുള്ള ഒരു നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാന്തം വിഭാഗം മാത്രമാണ് നിലവിൽ വിമർശനം ഉന്നയിക്കുന്നത്. അതിന് തങ്ങളെ കുരിശിൽ തറയ്ക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മെക്സവൻ വിഭാഗം തണുത്ത ശേഷം വീണ്ടും ഒരു പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിലൊരു വിശദീകരണം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുക. നിലവിൽ സ്വീകരിച്ച നടപടികളും പ്രത്യേകിച്ച് സ്ത്രീകളെ പ്രദർശന വസ്തുവാക്കുന്നതും ഈ സലാം പറഞ്ഞടക്കമുള്ള മതോപദേശങ്ങളും മെക്സവനിൽ ഉയർന്നു വന്നു. അതിനാലാണ് തങ്ങൾ വിമർശനം ഉന്നയിച്ചത്. തങ്ങൾ വിമർശനം ഉന്നയിക്കുന്നവരെ കുറിച്ചിൽ തറയ്ക്കേണ്ടതില്ല എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. സേതുലക്ഷ്മി. ശരി ആഷിഖ്.